ഒരു വാർണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് ഗൈസ്. നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഉറപ്പായിട്ടും അടിച്ചു പോകും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ വളരെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ചില അറിവുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മളുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ ഒരുപാട് തരത്തിലുള്ള വാർണിംഗ് ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ചില വാർണിംഗ് ലൈറ്റുകളൊക്കെ നമ്മുടെ വാഹനത്തിൽ തെളിഞ്ഞു കിടന്നാലും നമുക്ക് അത്യാവശ്യം വാഹനം ഒന്ന് ഉപയോഗിച്ച് ഒരു വർക്ക്ഷോപ്പ് വരെയൊക്കെ വാഹനം ഓടിച്ചെത്തിക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ചില വാർണിംഗ് ലൈറ്റുകൾ നമ്മളുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പാടില്ല. ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം നമുക്ക് വാഹനം പണിയുന്നതിലൂടെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ വണ്ടി ഓടിക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ചില വാർണിംഗ് ലൈറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് വാർണിംഗ് ലൈറ്റുമായി ബന്ധപ്പെട്ട്. അത് പല ആൾക്കാരും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് വാഹനത്തിൻ്റെ താക്കോൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കുറേയധികം വാർണിംഗ് ലൈറ്റുകൾ നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ കണ്ടു. ഇങ്ങനെ വാർണിംഗ് ലൈറ്റുകൾ ജസ്റ്റ് താക്കോൽ ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് ചിന്തിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഈ വാർണിംഗ് ലൈറ്റ് എല്ലാം തെളിഞ്ഞു കിടക്കുന്നു, വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോളിൽ നമ്മൾ ജസ്റ്റ് താക്കോൽ ഇതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് വാർണിംഗ് ലൈറ്റുകൾ തെളിയുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ താക്കോൽ ജസ്റ്റ് ഓൺ ചെയ്യുന്നു, ഇനി ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മീറ്റർ കൺസോളിലെ എല്ലാ വാർണിംഗ് ലൈറ്റുകൾ ഓഫ് ആകണം. അതായത് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു വാർണിംഗ് ലൈറ്റും നമ്മുടെ മീറ്ററിൽ തെളിഞ്ഞു കാണാനോ മിന്നി കാണാനോ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വാർണിംഗ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റുകൾ നമ്മളുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ ഇതുപോലെ തെളിഞ്ഞു കാണും. ഇതിൽ പ്രധാനമായിട്ട് ചുവപ്പ് നിറവും മഞ്ഞ നിറവും ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കുന്ന വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റുകളാണ്. മഞ്ഞ നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റുകളും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചുവപ്പ് നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. ഈ എൻജിൻ വാർണിംഗ് ലൈറ്റ് നമ്മളുടെ വാഹനത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. വാഹനം നിങ്ങൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വർക്ക്ഷോപ്പിൽ വരെ വാഹനം എത്തിക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു എൻജിൻ വാർണിംഗ് ലൈറ്റ് എൻ്റെ വാഹനത്തിൽ തെളിഞ്ഞു കണ്ടു. അതിനോടനുബന്ധിച്ച് കുറേയധികം കാര്യങ്ങൾ എൻ്റെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയിൽ സംഭവിച്ചു. എന്താണ് ഈ എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ്? എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം എൻജിൻ ഓവറായിട്ട് ഹീറ്റ് ആകുന്ന സമയത്താണ് പ്രധാനമായിട്ട് ഈ എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് നമ്മളുടെ വാഹനത്തിൽ തെളിയുന്നത്. അപ്പോൾ എൻജിൻ എങ്ങനെയാണ് ഓവറായിട്ട് ഹീറ്റ് ആകുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മളുടെ വാഹനത്തിന്റെ കൂളന്റ് കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജിൻ വാർണിംഗ് ലൈറ്റ് അവിടെ തെളിയും. കാരണം പ്രോപ്പറായിട്ട് റേഡിയേറ്ററിലും അഡീഷണൽ ടാങ്കിലും നമുക്ക് കൂളന്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർണിംഗ് ലൈറ്റ് തെളിയും. ഒപ്പം തന്നെ നമ്മളുടെ കൂളന്റ് ലീക്കാണ്, അല്ലെങ്കിൽ ഹോസ് ലീക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ്, കൂളന്റിൻ്റെ അളവ് കുറയും. അത് മുഖാന്തരവും ഈ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് തെളിയാം. മൂന്നാമത് നമ്മളുടെ വാഹനത്തിന്റെ ഫാൻ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈ വാർണിംഗ് ലൈറ്റ് തെളിയാം. എൻ്റെ വാഹനത്തിൽ സംഭവിച്ചെന്ന് പറയുന്നത് ഈ ഹോസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലീക്കാണ്. എനിക്കത് ആദ്യം മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വാഹനത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു സൗണ്ട്, ഒരു അടിപ്പ് സൗണ്ട്, കട്ടന്നൊരു സൗണ്ട് കേൾക്കുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്തു നമ്മളുടെ വാഹനത്തിന്റെ ബാക്കിലെ സൈലൻസറിന്റെ ആ ഒരു ഭാഗത്ത് വല്ല എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നാണ് ആദ്യം ചിന്തിച്ചത്. എന്നാൽ ഈ സൗണ്ട് കൂടി വന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ വാഹനം കൊണ്ട് സൈഡ് ഒതുക്കി മീറ്ററിലേക്ക് നോക്കിയപ്പോൾ ഈ എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, മിക്കവാറും കൂളൻ്റ് അല്ലെങ്കിൽ വെള്ളം വാഹനത്തിന് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇത് വന്നതെന്ന് തോന്നി. ഞാൻ വണ്ടി ജസ്റ്റ് അവിടെ ഒതുക്കിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഓക്കെ ആയി കാണുമെന്ന് കരുതി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ഈ സൗണ്ട് കൂടി. പിന്നെ വണ്ടി തനിയെ അങ്ങോട്ട് ഓഫായിപ്പോയി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് ഇത് മനസ്സിലായത്. ഞാൻ വണ്ടിയുടെ ബോണറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയപ്പോൾ ആ ഒരു ഭാഗം എല്ലാം നല്ല ഹീറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ
എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് കരുതി ഒരു കാരണവശാലും റേഡിയേറ്റർ ക്യാപ്പ് നമ്മൾ തുറക്കാൻ പാടില്ല. കാരണം ഹീറ്റായിട്ടിരിക്കുകയാണ്, വെള്ളം പുറത്തേക്ക് ചാടി വരാനും നമ്മുടെ കൈയൊക്കെ പൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു മണിക്കൂറെങ്കിലും വണ്ടി വെറുതെ സ്റ്റാർട്ട് ചെയ്യാതെ നോർമലായിട്ട് വാഹനം വെറുതെ ഇടുക. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വാഹനത്തിൻ്റെ എൻജിന് നല്ല രീതിയിൽ തണുക്കും. അതിനൊരു സമയം നമ്മൾ കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 മണിക്കൂർ കഴിയുമ്പോൾ വാഹനത്തിൻ്റെ എൻജിൻ അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തു എന്ന് ഉറപ്പുവരുത്തുക. തണുത്തു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കൂളൻ്റ് കൃത്യമായിട്ടും റേഡിയേറ്ററിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ടുള്ള അളവിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ രണ്ടാമത് ചെയ്തതും അതുതന്നെയാണ്. അടുത്തുള്ളൊരു സ്ഥലത്തു നിന്ന് കുറച്ചധികം വെള്ളം ഒരു ജാറിൽ കൊണ്ടുവന്ന് റേഡിയേറ്റർ പതിയെ ക്യാപ്പ് തുറന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ക്യാപ്പ് തുറന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് റേഡിയേറ്ററിൻ്റെ കുറേയധികം ഹോസുകൾ അടിഭാഗത്തൂടെ പോകുന്നുണ്ട്. അവിടുന്ന് ഒരു ഹോസിൽ കൂടെ ലീക്ക് ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ലീക്കുണ്ട്. ഈ ലീക്ക് മുഖാന്തരമാണ് വാഹനത്തിൻ്റെ എൻജിൻ്റെ ആ ഒരു എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ് വന്നത്. അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് എൻജിൻ്റെ ഭാഗത്തുനിന്ന് അടിപ്പ് സൗണ്ട് കേട്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അടുത്ത ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ഒരു ലീക്ക് താൽക്കാലികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ലോ ടേപ്പ് പോലെയുള്ള ഒരു സംഭവം വെച്ച് ഞാൻ അത് വലിച്ചു മുറുക്കി തൽക്കാലത്തേന് ഒട്ടിച്ചു വെച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സൗണ്ട് എല്ലാം നോർമലായി. പിന്നെ ഞാൻ അടുത്ത ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, വർക്ക്ഷോപ്പിലേക്ക് വാഹനം എത്തിച്ച് ആ ഹോസ് റീപ്ലേസ് ചെയ്ത് പ്രോപ്പറായിട്ട് വെള്ളം മാറ്റി നമ്മൾ പിന്നെ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂളൻ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ ഒരു വാർണിംഗ് ലൈറ്റ് നിങ്ങളുടെ വാഹനത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി ഉടനടി സ്റ്റാർട്ട് ചെയ്യുകയോ വണ്ടി പിന്നീട് ഉപയോഗിക്കാനോ പാടില്ല. വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്ത് വണ്ടിയുടെ എൻജിൻ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഉടൻ തന്നെ പോയി റേഡിയേറ്റർ ക്യാപ്പ് തുറക്കരുത്. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു വാർണിംഗ് ലൈറ്റുകൾ പറയാം. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് ചുവപ്പ് നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റുകൾ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് ഈ കാണുന്ന വാർണിംഗ് ലൈറ്റ് ആണ് ഓയിൽ പ്രഷർ വാർണിംഗ് ലൈറ്റ്. എൻജിൻ ഓയിൽ പ്രഷർ കുറവാണോ അല്ലെങ്കിൽ ഓയിൽ പമ്പ് പ്രവർത്തനരഹിതമാണോ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വാഹനത്തിന്റെ എൻജിൻ പൂർണ്ണമായി തകരാറിലാകാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇനി രണ്ടാമത് കാണുന്ന ബാറ്ററി ചാർജിങ് ഇൻഡിക്കേഷൻ, അതായത് ബാറ്ററിയിൽ ഒരു പ്ലസും മൈനസും ഒക്കെ നിറത്തിലോട് കാണുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ, ഇത് കാണിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ചാർജിങ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ബാറ്ററിയിലോ തകരാറുണ്ടെന്നാണ് ഇതിനർത്ഥം. ഇനി അടുത്തതായിട്ടുള്ളതാണ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ ചിഹ്നം. ഇത് നിങ്ങൾക്കറിയാം, നമ്മളുടെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെളിഞ്ഞു കിടക്കും. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് തെളിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ബ്രേക്ക് സിസ്റ്റത്തിൽ ഓൾറെഡി തകരാറുണ്ടെങ്കിൽ, അതായത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടും ഇത് തെളിഞ്ഞു കിടന്നാൽ ബ്രേക്ക് സിസ്റ്റത്തിൽ എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ലൈറ്റുകൾ പരിശോധിക്കുക. ഇത് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് എൻജിൻ ലൈറ്റ് എന്ന് പറയും. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് എൻജിൻ കൺട്രോൾ യൂണിറ്റിലോ അല്ലെങ്കിൽ എമിഷൻ സിസ്റ്റത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് തെളിയും. ഇത് തുടർച്ചയായി തെളിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ കൊണ്ട് പരിശോധിക്കുക. ഇനിയുള്ളതാണ് പവർ സ്റ്റിയറിംഗ് വാർണിംഗ് ലൈറ്റ്, അതായത് EPS, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ്. അതായത് സ്റ്റിയറിംഗിന്റെ വശത്ത് ഒരു ആശ്ചര്യചിഹ്നമുള്ളത് പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇത് തെളിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കാൻ കൂടുതൽ പ്രയാസം അനുഭവപ്പെടാം. ഇനിയുള്ളതാണ് ഇമ്മൊബിലൈസർ സെക്യൂരിറ്റി. കാറിന്റെ താക്കോലുള്ള ചിഹ്നം, കാറിന്റെ ആന്റി തെഫ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണിത്. ശരിയായി കീ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ലൈറ്റ് തെളിയുകയും വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. നമ്മുടെ വാഹനത്തിൽ വളരെ നിർബന്ധമായിട്ടും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വാർണിംഗ് ലൈറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.